ഇന്നത്തെ ഇഫ്താർ പുറത്ത് നിൽക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അവിടെ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു അധികം ഉണ്ടായിരുന്നത്. നമ്മൾ സീറ്റ് കിട്ടൂല എന്ന് വിചാരിച്ചു. പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾ കയറിക്കോളൂ, സീറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ ടേബിൾ. ഇവിടെ ഇഫ്താറിൻ്റെ കോംബോയാണ്. സ്നാക്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാം 4 പ്ലേറ്റായിട്ട് നമ്മളുടെ ഓരോ ടേബിളിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു ജ്യൂസും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സിന് ഇവിടെ സമൂസയും കൊക്കോവടയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കുപ്പി നാരങ്ങ വെള്ളമാണ് നന്നായിട്ട് വെച്ചതാണ്. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനിടയിൽ നോമ്പ് തുറക്കുന്നവരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതായാലും അവരപ്പം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഭാഗമായിട്ട് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കായിരുന്നു. 6:30 ആയപ്പോട്ടാ. സനോട്ടുണ്ടായിരുന്ന ഒരു ഉമ്മ എന്നോട് പെറുക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ സമയം നോക്കിയാൽ പിന്നെ ഞാൻ പറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പറന്നു കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ നല്ല വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ ഓർഡർ ചെയ്ത ഈ മന്തിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികം ഇത് ഞാൻ പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കാരണം കുട്ടികളായിട്ട് ഷോപ്പിൽ വരുന്ന കാരണം അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ വിശക്കും. അപ്പോൾ പിന്നെ കൊടുക്കാമല്ലോ കരുതി. നമുക്ക് കഴിച്ചിട്ട് പോകണ്ടേ. ഒരു ഹണി ചില്ലിയും അതുപോലെ തന്നെ നോർമൽ അൽഫാമുമായിട്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നോമ്പും എല്ലാം കാര്യങ്ങളും ആശംസിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള വ്ളോഗുകളൊക്കെ ഒന്ന് പോയി കാണുക, എന്നിട്ടൊന്ന് വിലയിരുത്തുക. പിന്നെ കമൻറ്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുക. അങ്ങനെയൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം.